വിക്ടോറിയൻ നോവലിൽ ടെക്സ്റ്റിൽ 3 പേരെക്കുറിച്ചേ പറയുന്നുള്ളൂ. പക്ഷെ അതുകൂടാതെ കുറച്ചുകൂടെ എഴുതണം. എസ്സേ ഒക്കെ ചോദിക്കുവാണെങ്കിൽ വേറെ ഒരു 4 പേരും കൂടെ ഉണ്ട്. അവരെക്കുറിച്ച് ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ഇവർ 4 പേരും എന്താണ് വുമൺ നോവലിസ്റ്റാണ്. എലിസബത്ത് ഗാസ്കൽ, പിന്നെ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എന്ന് ഓർത്താൽ മതി. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് 3 പേരുണ്ട്: ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ആൻ ബ്രോണ്ടെ. അപ്പോൾ അവർ ഈ 4 പേരെയും കൂടെ ഓർത്തിരിക്കണം. അപ്പം മൊത്തം 7 പേര് ആവും. അപ്പോൾ ഫസ്റ്റ് ചാൾസ് ഡിക്കൻസ്, പിന്നെ ജോർജ് എലിയട്ട്, പിന്നെ തോമസ് ഹാർഡി, പിന്നെ എലിസബത്ത് ഗാസ്കലും, പിന്നെ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് 3 പേര്. ബ്രോണ്ടെ, BRONTE. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3 സിസ്റ്റേഴ്സാണ്. അവർ നോവലിസ്റ്റും ആയിരുന്നു, വിക്ടോറിയൻ നോവലിസ്റ്റ് ആയിരുന്നു. ആ 3 സിസ്റ്റേഴ്സാണ് ഷാർലറ്റ് ബ്രോണ്ടെ, CHARLOTTE, ഷാർലറ്റ് ബ്രോണ്ടെ, പിന്നെ എമിലി ബ്രോണ്ടെ, EMILY, പിന്നെ ആൻ ബ്രോണ്ടെ, ANNE. എലിസബത്ത് ഗാസ്കൽ എന്ന് പറയുമ്പം അവർ മെയിൻലി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം അതുമായിട്ട് ബേസ് ചെയ്ത പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നോവൽസാണ് കൂടുതൽ എഴുതിയിരുന്നത്. ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന കറപ്ഷൻ, ആ ഒരു ക്യാപിറ്റലിസം, പിന്നെ ഈ ഓണേഴ്സിൻ്റെയൊക്കെ സുപ്പീരിയോറിറ്റി, എങ്ങനെയാണ് അവർ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്, അതൊക്കെയാണ് എലിസബത്ത് ഗാസ്കലിൻ്റെ നോവൽസിൽ മെയിൻലി ഉള്ള തീം എന്ന് പറയുന്നത്. എലിസബത്ത് ഗാസ്കലിൻ്റെ മേജർ ആയിട്ടുള്ള 1-2 നോവൽസ് ഓർത്ത് വെച്ചിരിക്കുക. മേരി ബാർട്ടൺ, BARTON എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നോർത്ത് ആൻഡ് സൗത്ത്, അതൊക്കെ ഫേമസ് നോവൽസാണ്. അത് രണ്ടും ഓർത്തിരിക്കുക: മേരി ബാർട്ടൺ, പിന്നെ നോർത്ത് ആൻഡ് സൗത്ത്, എലിസബത്ത് ഗാസ്കൽ എഴുതിയത്. ഇനി അടുത്ത ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ ഫസ്റ്റ് ഷാർലറ്റ് ബ്രോണ്ടെ. അവർ മെയിൻലി സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് നോവൽ എഴുതിയിരുന്നത്. മെയിൻലി ഹെർ ഓൺ എക്സ്പീരിയൻസസ് ആയിരുന്നു അവരുടെ നോവൽസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഷാർലറ്റ് ബ്രോണ്ടെയുടെ മാസ്റ്റർ പീസ് വർക്കാണ് ജെയിൻ ആയർ, JANEEYRE, ജെയിൻ ആയർ എന്ന് പറയുന്നത് അവരുടെ മാസ്റ്റർ പീസ് വർക്കാണ്. പിന്നെ വില്ലറ്റ്, VILLETTE, പിന്നെ ഷേർലി, SHIRLEY. ഇത് 3 അവരുടെ ഫേമസ് നോവൽസ്: ജെയിൻ ആയർ, വില്ലറ്റ്, ഷേർലി. ഷാർലറ്റ് ബ്രോണ്ടെയുടെ. പിന്നെ എമിലി ബ്രോണ്ടെയുടെ ഒരു വർക്കാണ് ഫേമസ് വർക്കായിട്ട് അത് ഓർത്തിരുന്നത്, അത് വുതറിങ് ഹൈറ്റ്സ്, WUTHERING, വുതറിങ് ഹൈറ്റ്സ്, HEIGHTS. അതൊരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഫിക്ഷനിലെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് നോവലായിരുന്നു ഫിക്ഷൻ, വുതറിങ് ഹൈറ്റ്സ്, എമിലി ബ്രോണ്ടെയുടെ. പിന്നെ ആൻ ബ്രോണ്ടെയുടെ ഫേമസ് നോവൽസാണ് ആഗ്നസ് ഗ്രേ എന്ന് പറയുന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ദ ടെനൻറ്റ് ഓഫ് വൈൽഡ്ഫെൽ വാൾ, ആഗ്നസ് ഗ്രേ ഓർത്തിരിക്കുക. അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടെയുടെ മാസ്റ്റർ പീസ് വർക്കാണ് ജെയിൻ ആയർ. പിന്നെ വില്ലറ്റ്, ഷേർലി എന്ന് പറയുന്ന വേറെ 2 നോവൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ എമിലി ബ്രോണ്ടെയുടെ ഫേമസ് നോവലാണ് വുതറിങ് ഹൈറ്റ്സ്. പിന്നെ ആൻ ബ്രോണ്ടെയുടെ ആഗ്നസ് ഗ്രേ. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരിക്കുക. എലിസബത്ത് ഗാസ്കലും ഉണ്ട്. പിന്നെ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് 3 പേരും. അപ്പോൾ ഇത്രയാണ് വിക്ടോറിയൻ നോവലിസ്റ്റ് ഇതിനകത്ത് വരുന്നത്.